സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, ജീവിതത്തിൻ്റെ മുഴുവൻ സന്ദർഭങ്ങളിലും ലോകരക്ഷിതാവായ അള്ളാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് എല്ലാവരെയും ആദ്യമായി ഉണർത്തുകയാണ്. മുസ്ലിം സമൂഹം പലതരത്തിലുള്ള ഭയപ്പാടിലാണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഭയപ്പാട് എന്ന് പറയുമ്പോൾ മുസ്ലിം സമൂഹത്തിൻ്റെ പള്ളികൾ തകർക്കപ്പെടുന്നു, അത് മറ്റ് ആരാധനാലയങ്ങളായി മാറ്റപ്പെടുന്നു, അതുപോലുള്ള ഒട്ടനവധി പ്രതിസന്ധികൾ, പ്രയാസങ്ങൾ മുസ്ലിം സമൂഹം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ മുസ്ലിം സമൂഹം മൊത്തത്തിൽ ഭയപ്പാടിലാണ് എന്നൊരവസ്ഥയാണ് പൊതുവിലുള്ളത്. എന്നാൽ മുസ്ലിമീങ്ങൾ, വിശ്വാസികൾ എന്നുള്ള നിലയിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങൾ സൂചിപ്പിക്കാനാണ് ആഗ്രഹിക്കുന്നത്. മുസ്ലിം സമൂഹത്തെ ആരോ ഭയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു എന്നതൊരു യാഥാർത്ഥ്യമാണ്. എന്നാൽ ഇങ്ങനെ ഭയപ്പെടുത്തുമ്പോൾ ഭയപ്പെടേണ്ടവരാണോ നാം? ആരെങ്കിലും ഭയപ്പെടുത്തുമ്പോഴേക്ക് ഭയപ്പെട്ട് പേടിച്ച് മാളത്തിൽ ഒളിക്കേണ്ടവരാണോ മുസ്ലിം? യഥാർത്ഥത്തിൽ നമ്മെ ആർക്കാണ് ഭയപ്പെടുത്താൻ സാധിക്കുക? ആർക്കെങ്കിലും നമ്മെ ഭയപ്പെടുത്താൻ സാധിക്കുമോ? നമ്മൾ ആരെയാണ് ഭയപ്പെടേണ്ടത്? യഥാർത്ഥത്തിൽ നമ്മൾ ഭയപ്പെടേണ്ടത് സർവ്വലോക രക്ഷിതാവായ അള്ളാഹുവിനെ മാത്രമാണ്. അതുകൊണ്ട് തന്നെ ചില കാര്യങ്ങൾ ഗൗരവത്തിൽ നമ്മൾ ഓർക്കേണ്ടതുണ്ട്. ഞാൻ ചില സൂചനകൾ മാത്രമാണ് നിങ്ങളുടെ മുമ്പാകെ വെക്കാൻ ആഗ്രഹിക്കുന്നത്. നമ്മളൊക്കെ പറയാറുണ്ട്, ജീവിതം ഒരു പരീക്ഷണമാണ്. അത് വിശുദ്ധ ഖുർആനും നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. പരീക്ഷണങ്ങൾ, പലതരത്തിലുള്ള പരീക്ഷണങ്ങളുണ്ട്. ഏറ്റവും കടുത്ത പരീക്ഷണം എന്ന് പറയുന്നത് എന്താണ്? ഏറ്റവും വലിയ പ്രതിസന്ധി എന്ന് പറയുന്നത് എന്താണ്? പട്ടിണിയാണോ? രോഗങ്ങളാണോ? അസുഖങ്ങളാണോ? വിശപ്പാണോ? അതുപോലുള്ള പ്രകൃതി ദുരന്തങ്ങളാണോ? ഇതൊക്കെയാണോ ഏറ്റവും വലിയ പ്രതിസന്ധി എന്ന് പറയുന്നത്, ഏറ്റവും വലിയ പരീക്ഷണം എന്ന് പറയുന്നത്? അല്ല. വിശുദ്ധ ഖുർആൻ പറയുന്നത് ഏറ്റവും വലിയ പരീക്ഷണം എന്ന് പറയുന്നത് ഭയമാണ്. ഭയം. ഇത് ഖുർആൻ പറഞ്ഞു തരുന്നതാണ്. വിശുദ്ധ ഖുർആനിലെ സൂറത്തു ബഖറയിലൂടെ പറയുന്നുണ്ട്, വലനബ്ലുവന്നകും ബിശൈഇൻ മിനൽ ഖൗഫി വൽജൂഇ വനഖ്സിൻ മിനൽ അംവാലി വൽ അൻഫുസ്. അല്ലാഹു തആല പറയുന്നത്, തീർച്ചയായും നാം നിങ്ങളെ പരീക്ഷിക്കുക തന്നെ ചെയ്യും. വലനബ്ലുവന്നകും, കണിശമായി ഒരു കാര്യം സൂചിപ്പിക്കാനാണ് അള്ളാഹു ഈ ശൈലി പ്രയോഗിക്കുക. തീർച്ചയായും നാം നിങ്ങളെ പരീക്ഷിക്കുക തന്നെ ചെയ്യും. എന്തുകൊണ്ടൊക്കെ പരീക്ഷിക്കും? ബിശൈഇൻ മിനൽ ഖൗഫ്, ഭയത്തിൽ നിന്ന്. ആദ്യം എണ്ണിയത് അള്ളാഹു ഭയത്തെ പറ്റിയാണ്. അതിനുശേഷമാണ് വിശപ്പിനെ പറ്റി പറയുന്നത്. അതിനുശേഷമാണ് ധനനഷ്ടത്തെക്കുറിച്ച് പറയുന്നത്. അതിനുശേഷമാണ് ശരീരങ്ങളുടെ നഷ്ടത്തെക്കുറിച്ചും മറ്റ് നഷ്ടങ്ങളെക്കുറിച്ചും ഒക്കെ പറയുന്നത്. ഒന്നാമതായി നമ്മെ പരീക്ഷിക്കുന്ന, അല്ലെ നമ്മെ പിടികൂടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി, പരീക്ഷണം എന്ന് പറയുന്നത് അത് ഭയമാണ്, ഖൗഫാണ് എന്ന് അല്ലാഹു തആല പറയുന്നു. അപ്പോൾ ഭയം കൊണ്ട് നമ്മെ പരീക്ഷിക്കുക എന്നുള്ളത് അള്ളാഹുവിൻ്റെ ഒരു തീരുമാനമാണ്, അള്ളാഹുവിൻ്റെ ഒരു നിശ്ചയമാണ്.
ഭയം കൊണ്ട് അള്ളാഹു ഈ സമുദായത്തെ പരീക്ഷിക്കും. എന്തുകൊണ്ടാണ് വിശ്വാസികളെ അള്ളാഹു പരീക്ഷിക്കുന്നത്? കാര്യങ്ങൾ കൃത്യമായി പഠിച്ചാൽ നമുക്കെല്ലാറ്റിനെയും വളരെ നിഷ്പ്രയാസം നേരിടാൻ കഴിയും. പരീക്ഷണങ്ങൾ എന്തിനു വേണ്ടിയാണ്? അല്ലാഹു തആല ഖുർആനിലൂടെ പറയുന്നുണ്ട്, നാം നിങ്ങളെ പരീക്ഷിക്കുന്നത് വബലൗനാഹും ബിൽ ഹസനാതി വസ്സയ്യിആത്ത് ലഅല്ലഹും യർജിഊൻ. നാം നിങ്ങളെ നല്ല കാര്യങ്ങൾ കൊണ്ടും ഹസനാത്തുകൾ കൊണ്ട് പരീക്ഷിക്കും, അതുപോലെ തന്നെ സയ്യിആത്തുകൾ കൊണ്ടും പരീക്ഷിക്കും. നന്മ കൊണ്ടും തിന്മ കൊണ്ടും നാം നിങ്ങളെ പരീക്ഷിക്കും. എന്തിനു വേണ്ടി? ലഅല്ലഹും യർജിഊൻ, നിങ്ങൾ പുനർവിചിന്തനം നടത്താൻ വേണ്ടി, നിങ്ങൾ നിങ്ങളുടെ നിലപാടുകൾ പരിശോധിക്കുന്നതിന് വേണ്ടി, നമ്മൾ നമ്മെപ്പറ്റി ഓർക്കുന്നതിന് വേണ്ടി അള്ളാഹു നമ്മെ പരീക്ഷിക്കുക തന്നെ ചെയ്യും. ആ പരീക്ഷണം നല്ല കാര്യങ്ങൾ തന്നുകൊണ്ടാവാം, ഏറ്റവും പ്രതിസന്ധികൾ ഉൾക്കൊള്ളുന്ന വളരെ മോശമായ കാര്യങ്ങൾ കൊണ്ടുമാവാം. രണ്ട് കാര്യങ്ങൾ കൊണ്ടും അള്ളാഹു നിങ്ങളെ പരീക്ഷിക്കും. നിങ്ങൾ നിങ്ങളെപ്പറ്റി ആലോചിക്കുന്നതിന് വേണ്ടി, അല്ലാതെ നാം ഭയന്ന് വിറച്ച് പേടിച്ച് പിന്നോക്കം പോവാനല്ല. ആരെങ്കിലും പേടിപ്പിക്കുമ്പോഴേക്ക് ഭയപ്പെടുത്തുമ്പോഴേക്ക് ഭയപ്പെട്ട് പിന്മാറാനല്ല. നാം അള്ളാഹുവിനെ മാത്രമേ ഭയപ്പെടേണ്ടതുള്ളൂ. എന്തുകൊണ്ടാണ് നമുക്കീ ഭയം വരുന്നത്? എന്തുകൊണ്ടാണ് ആരെങ്കിലും പേടിപ്പിക്കുമ്പോഴേക്ക് നമ്മളൊക്കെ പേടിച്ചു പോകുന്നത്? എന്തുകൊണ്ടാണ്? അതിനെപ്പറ്റിയും നമ്മൾ ഓർക്കേണ്ടതുണ്ട്. അള്ളാഹു നൽകിയ ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് പറയുന്നത്, അള്ളാഹു നമുക്ക് നൽകിയ ഏറ്റവും വലിയ നിഅമത്ത് എന്ന് പറയുന്നത് നിർഭയത്വമാണ്, ഭയമില്ലാത്ത അവസ്ഥ. ആരെയും പേടിക്കാതെ വളരെ നിർഭയമായി ജീവിക്കാനുള്ള ഒരു സാഹചര്യം, ഒരു കാലാവസ്ഥ നമ്മുടെ നാട്ടിലുണ്ട് എങ്കിൽ നമ്മൾ ഏറ്റവും വലിയ അനുഗ്രഹത്തിലാണ് ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. വിശുദ്ധ ഖുർആൻ ഈ നിർഭയത്വത്തെ പറ്റി രണ്ട് നിലക്ക്, രണ്ട് പദങ്ങൾ കൊണ്ട് നമുക്ക് പരിചയപ്പെടുത്തി തരുന്നുണ്ട്. അതിലൊന്നാമത്തേത് അംന് എന്ന പ്രയോഗമാണ് വിശുദ്ധ ഖുർആൻ നിർഭയത്വത്തിന് വേണ്ടി പ്രയോഗിച്ചത് ഖുർആനിൽ. രണ്ടാമത്തേത് അമനത്ത് എന്ന പദമാണ്. ഈ രണ്ട് പദങ്ങളും ഏറെക്കുറെ സാദൃശ്യമുള്ള പദങ്ങളാണ്, ഒരേ ധാതുവിൽ നിന്ന് വന്ന പദങ്ങളാണ്. പക്ഷേ അതിൻ്റെ അർത്ഥത്തിൽ ചെറിയ വ്യത്യാസമുണ്ട്. അംന് എന്ന് പറഞ്ഞാൽ അള്ളാഹു വിശുദ്ധ ഖുർആനിൽ നമ്മളോട് ചോദിക്കുന്നുണ്ട് ഒരു ചോദ്യം. എന്താ അള്ളാഹു ചോദിക്കുന്നത്? ഫഅയ്യുൽ ഫരീഖൈനി അഹഖു ബിൽ അംൻ. ഈ രണ്ട് കക്ഷികളിൽ നിർഭയത്വത്തിന്, അള്ളാഹുവിൻ്റെ നിർഭയത്വത്തിന് അർഹതയുള്ളത് ആർക്കാണ്? ഇൻ കുൻതും തഅലമൂൻ. അറിയുമെങ്കിൽ നിങ്ങൾ അതിനെപ്പറ്റി ആലോചിക്കണം. രണ്ട് കക്ഷി എന്നതുകൊണ്ട് അള്ളാഹു ഉദ്ദേശിക്കുന്നത്, ഒന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും അനുയായികൾ, വിശ്വാസികൾ. രണ്ടാമത്തേത് പ്രവാചകന്റെ കാലത്ത് അന്ന് ജീവിച്ചിരുന്ന മുശ്രിക്കുകളായ ആളുകൾ, മക്കയിലെ മുശ്രിക്കുകൾ. ഈ രണ്ട് വിഭാഗക്കാരിൽ നിർഭയത്വമുള്ളത് ആർക്കാണ് എന്ന് അള്ളാഹു നമ്മളോട് ചോദിക്കുകയാണ്. എന്നിട്ട് അള്ളാഹു തന്നെ പറയുന്നുണ്ട്, നിർഭയത്വം ആർക്കാണ്? അല്ലദീന ആമനു വലം യൽബിസു ഈമാനഹും ബിളുൽമിൻ ഉലൈക ലഹുമുൽ അംൻ. ആർക്കാണ് നിർഭയത്വം? അള്ളാഹുവിൽ വിശ്വസിക്കുകയും തങ്ങളുടെ വിശ്വാസത്തിൽ, ഈമാനിൽ ഒരു തരത്തിലുള്ള ലുൽമിനെയും, ലുൽമ് എന്ന് പറഞ്ഞാൽ അശ്ശിർക്ക് എന്നാണ്, ഷിർക്കിനെയും കൂട്ടിക്കലർത്താത്തവർ ആരാണോ, ഉലൈക ലഹുമുൽ അംൻ, അവർക്കാണ് യഥാർത്ഥത്തിലുള്ള നിർഭയത്വം. നിങ്ങൾ ആലോചിച്ച് നോക്കണം, ആർക്കാണ് നിർഭയത്വം? അള്ളാഹുവിൽ അടിയുറച്ച് വിശ്വസിച്ചു, എന്നിട്ട് ആ വിശ്വാസത്തിലേക്ക് ഒരു തരത്തിലുള്ള ഷിർക്കിനെയും കൊണ്ടുവരാതെ കാത്തു സൂക്ഷിച്ച ആളുകൾ ആരുണ്ടോ അവരാണ് ഉലൈക ലഹുമുൽ അംൻ, അവർക്കാണ് നിർഭയത്വം. വഹും മുഹ്തദൂൻ, അവരാണ് സന്മാർഗം പ്രാപിച്ച ആളുകൾ. ഇതിവിടെ പറഞ്ഞത്, ഈ നിർഭയത്വം എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിലുണ്ടാവേണ്ട നിർഭയത്വമാണ്, നമ്മുടെ കൽബിലുണ്ടാവേണ്ട നിർഭയത്വം, നമ്മുടെ കൽബിൽ ഉണ്ടാവേണ്ട അംന്. ഇതാണ് ഒന്നാമതായി ഒരു വിശ്വാസിക്കുണ്ടാവേണ്ട നിർഭയത്വം എന്ന് പറയുന്നത്.
രണ്ടാമത് വിശുദ്ധ ഖുർആൻ പ്രയോഗിച്ച പദം അമനത്ത് എന്നാണ്. അമനത്ത് എന്ന് പറഞ്ഞത് ഖുർആനിൽ തന്നെ 1-2 ആയത്തുകളിലൂടെ അമനത്തിനെ പറ്റി പറയുന്നുണ്ട്. ബദർ യുദ്ധവുമായി ബന്ധപ്പെട്ട സന്ദർഭത്തിലും ഉഹദ് യുദ്ധവുമായി ബന്ധപ്പെട്ട സന്ദർഭങ്ങളിലുമൊക്കെ അമനത്തിനെ കുറിച്ച് ഖുർആൻ പറയുന്നുണ്ട്. സുമ്മ അൻസലല്ലാഹു സകീനതഹു. ബദർ യുദ്ധത്തിൻ്റെ സന്ദർഭത്തിൽ മുസ്ലിമീങ്ങൾ വല്ലാതെ പ്രതിസന്ധിയിലകപ്പെട്ട ഒരു സന്ദർഭമാണ്. ആയുധങ്ങൾ കുറവ്, ആളുകൾ കുറവ്, വെറും 313 ആളുകൾ. നാം അതിൻ്റെ ചരിത്രമൊന്നും പറയേണ്ട കാര്യമില്ല, എല്ലാവർക്കും അറിയാവുന്നതാണ്. ആ സന്ദർഭത്തിൽ അള്ളാഹുവിൻ്റെ സഹായം അവരിലേക്ക് ഇറങ്ങി വരുന്നു. അള്ളാഹു അവർക്ക് വെള്ളം കിട്ടാതെ ബുദ്ധിമുട്ടായപ്പോൾ ചെറിയൊരു മഴ അവരിലേക്ക് വർഷിപ്പിക്കുന്നു. ആ മഴ വിശ്വാസികൾക്ക് വലിയ ആശ്വാസമായി, അവർക്ക് വെള്ളം ശേഖരിക്കാൻ അവസരമുണ്ടായി. എന്നാൽ ശത്രുപക്ഷത്തിന് അത് വലിയ ബുദ്ധിമുട്ടായി. അതുപോലെ തന്നെ ഇത്രയൊക്കെ പ്രതിസന്ധി ഉണ്ടായിട്ടും അള്ളാഹു അവർക്ക് ചെറിയൊരു മയക്കം കൊടുത്തു, ഒരു ഉറക്കം കൊടുത്തു. ആ ഉറക്കം കഴിഞ്ഞ് അവർക്ക് വലിയ ഉന്മേഷമുണ്ടായി. പ്രതിസന്ധിയുള്ള സന്ദർഭത്തിൽ ഒരാൾക്ക് ഉറങ്ങാൻ കഴിയാന്ന് പറഞ്ഞാൽ വലിയ പ്രയാസമാണ്. നമുക്കൊന്നും ഉറക്കം വരില്ല ബുദ്ധിമുട്ടായാൽ. പക്ഷേ അള്ളാഹു അവരെ ഒന്ന് ഉറക്കി, അവർക്ക് ആശ്വാസം കൊടുത്തു. ആ ഒരു സന്ദർഭത്തെപ്പറ്റി ഖുർആൻ പറയുന്നതാണ് നാം അവർക്ക് അമ്നത്ത് കൊടുത്തപ്പോൾ എന്ന് പറഞ്ഞാൽ ചില പ്രത്യേകമായ സന്ദർഭങ്ങളിൽ അള്ളാഹു നൽകുന്ന നിർഭയത്വത്തിനാണ് അമനത്ത് എന്ന് പറയാം. ചില സാഹചര്യങ്ങളിൽ, ചില സന്ദർഭങ്ങളിൽ, ചില സ്ഥലത്ത്, ചില പ്രതിസന്ധികളൊക്കെ അവകപ്പെട്ട് നമ്മളിങ്ങനെ ബുദ്ധിമുട്ടായി പോകുമ്പോൾ പടച്ചവന് റിലീഫ് തരും. ആ ഒരു സാഹചര്യത്തിൽ അള്ളാഹു നൽകുന്ന പ്രത്യേകമായ നിർഭയത്വത്തിനാണ് അമനത്ത് എന്ന് പറയാം. നേരത്തെ പറഞ്ഞ അമ്ന് എന്നുള്ളത് നമ്മുടെ ഉള്ളിലുണ്ടാവേണ്ട, ഇൻറ്റേണലായി നമുക്കുണ്ടാവേണ്ട നിർഭയത്വമാണ്. നമ്മൾ ഒന്നിനെയും ഭയപ്പെടില്ല, ഒരാളെയും എന്തെങ്കിലും ഒരു ശബ്ദം കേൾക്കുമ്പോഴേക്കും നമ്മൾ ഭയപ്പെടില്ല. ഒരു കറുത്ത പൂച്ച ഓടിപ്പോയാൽ നമുക്ക് പ്രശ്നമില്ല. നമ്മൾ അള്ളാഹുവിൽ മാത്രം തവക്കുൽ ചെയ്യുന്ന ആളുകളാണ്. അതാണ് ഒന്നാമത്തെ അമനത്ത്. അപ്പോൾ ഈ 2 അമനത്തിനെ പറ്റിയും നമ്മൾ മനസ്സിലാക്കി. ഇനി നോക്കൂ, നേരത്തെ നമ്മൾ പറഞ്ഞു ഏറ്റവും വലിയ നിർഭയത്വം എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിലുണ്ടാവേണ്ട നിർഭയത്വമാണ്, മനസ്സമാധാനമാണ്, തുമഇനീനത്താണ്. ഈ ഒരു നിർഭയത്വം വിശ്വാസികൾക്ക് നഷ്ടപ്പെട്ടു പോയാൽ അവർക്ക് പിടിച്ചു നിൽക്കാൻ കഴിയില്ല. വിശുദ്ധ ഖുർആനിൽ, ചരിത്രത്തിൽ നമുക്ക് അള്ളാഹു നിർഭയത്വം നൽകിയ ചില പ്രദേശങ്ങളെ പറ്റി പരിചയപ്പെടുത്തുന്നുണ്ട്. ചില സ്ഥലങ്ങൾക്ക് അള്ളാഹു നിർഭയത്വം കൊടുത്തു. അതിൽപ്പെട്ടതാണ് മക്ക എന്ന് പറയുന്ന വിശുദ്ധമായ ഭൂമി. ഇന്ന് നമ്മുടെ സമൂഹത്തിൽ നിന്ന് എത്രയോ ആളുകൾ ഹജ്ജ് പ്രതീക്ഷിച്ചുകൊണ്ട് മക്കയിലേക്ക് പുറപ്പെടാൻ കാത്തിരിക്കുന്ന ഒരു പ്രത്യേകമായ സാഹചര്യത്തിലാണ് നമ്മളുള്ളത്. ആ മക്കയെപ്പറ്റി അള്ളാഹു പറയുന്നത് എന്താണ്? ആ പ്രദേശത്തെ, ആ ഭൂമിയെ അള്ളാഹു നിർഭയത്വമുള്ള ഭൂമിയാക്കി. അത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിയോഗത്തിന് മുമ്പ് തന്നെ അങ്ങനെയാണ്. ഇബ്രാഹിം നബിയുടെ കാലം തൊട്ട് തന്നെ അത്. എന്നിട്ടോ മക്കയിലെ മുശ്രിക്കുകളോട്, കഅബയുടെ സംരക്ഷകരായിരുന്നു അന്ന് മുശ്രിക്കുകളായ ആളുകൾ. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കടന്നു വരുന്നതിന് മുമ്പ്, അദ്ദേഹത്തിന് നുബുവത്ത് കിട്ടുന്നതിന് മുമ്പ്, അത് കിട്ടിയതിന് ശേഷം അദ്ദേഹം മക്കം ഫത്ഹ് ആക്കുന്നതിന് മുമ്പ് അതിൻ്റെ സംരക്ഷണം മക്കയിലെ മുശ്രിക്കുകളായ ഖുറൈശികളായ ആളുകളൊക്കെ ആയിരുന്നു. ആ സന്ദർഭത്തിൽ അള്ളാഹു അവരോട് പറയുന്നുണ്ട്, നിങ്ങൾ എന്തുകൊണ്ടാണ് ഈ ബൈത്തിൻ്റെ, ഈ വീടിൻ്റെ നാഥനെ നിങ്ങൾക്ക് എന്തുകൊണ്ട് ആരാധിച്ചുകൂടാ? നാം നിങ്ങൾക്ക് നിർഭയത്വം നൽകിയില്ലേ? നിങ്ങൾക്ക് വിശപ്പിൽ നിന്ന് ഭക്ഷണം നൽകിയില്ലേ? ലി ഈലാഫി ഖുറൈശിൻ ലി ഈലാഫിഹിം റിഹ്ലത ശിതാഇ വസ്വൈഫ്. ശൈത്യകാലത്തും ഉഷ്ണകാലത്തുമൊക്കെ നിങ്ങളുടെ ബിസിനസ് വളരെ നിർഭയത്വത്തോടു കൂടി, ആരെയും ഭയപ്പെടാതെ കച്ചവടം നടത്താനുള്ള ഒരു സാഹചര്യം നാം നിങ്ങൾക്ക് തന്നില്ലയോ? ഇതൊക്കെ കൊടുത്തിട്ട് അള്ളാഹു അവരോട് ആവശ്യപ്പെടുന്നത് 2 കാര്യം. എന്താണ് അള്ളാഹു അവരോട് പറഞ്ഞത്? അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? ഫൽയഅ്ബുദൂ റബ്ബ ഹാദൽ ബൈത്ത്. ഈ വീടിൻ്റെ ഉടമസ്ഥനായ റബ്ബിനെ നിങ്ങൾ ആരാധിക്കണം. അല്ലദീ അത്അമഹും മിൻ ജൂഅ്. അവൻ നിങ്ങൾക്ക് വിശപ്പിൽ നിന്നുള്ള ഭക്ഷണം നൽകി. വആമനഹും മിൻ ഖൗഫ്. ഭയത്തിൽ നിന്ന് അവൻ നിങ്ങൾക്ക് നിർഭയത്വവും നൽകി. അപ്പോൾ ഭയത്തിൽ നിന്നുള്ള നിർഭയത്വം കൊടുത്തു, വിശപ്പിൽ നിന്ന് ഭക്ഷണവും കൊടുത്തു. നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ്?
ഈ നാഥൻ, ഈ ബൈത്തിൻ്റെ, ഈ വീടിൻ്റെ നാഥനെ, അള്ളാഹുവിനെ നിങ്ങൾ ആരാധിക്കണം. പക്ഷേ അവരത് കേട്ടില്ല. അവരത് കേട്ടില്ല എന്ന് മാത്രമല്ല, അവർ പ്രവാചകനെ ആക്ഷേപിച്ചു, പരിഹസിച്ചു, മർദ്ദിച്ചു, പുറത്താക്കി, നാട്ടിൽ നിന്ന് നാട്ടിയോടിച്ചു. അവർ ചോദിച്ചൊരു ചോദ്യമുണ്ട്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ ചോദിക്കുകയാണ്. എന്താ ചോദിക്കുന്നത്? വഖാലു, ഖുർആൻ പറയാണ്, സൂറത്തു ഖസസിൻ്റെ 57-ാമത്തെ വചനം. വഖാലു, അവർ ചോദിച്ചു, ഇന്നത്തബിഉൽ ഹുദാ മഅക നുതഖത്തഫ് മിൻ അർദിന. മുഹമ്മദെ, അവരെ അഭിസംബോധന ചെയ്തത് അങ്ങനെയാണ്. ഖുർആൻ അങ്ങനെയാണ് പ്രയോഗിച്ചത്. ഞങ്ങൾ നിന്റെ മാർഗത്തിൽ വിശ്വസിച്ചാൽ ഈ നാട്ടിൽ നിന്ന് ഞങ്ങൾ ആട്ടിയോടിക്കപ്പെടും, പിച്ചി ചീന്തപ്പെടും. അതുകൊണ്ട് ഞങ്ങൾ ഒരിക്കലും നിന്റെ മാർഗം സ്വീകരിക്കുകയില്ല. അപ്പോൾ അള്ളാഹുവാണ് അതിന് മറുപടി പറയുന്നത്. അള്ളാഹു മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയാൻ ആവശ്യപ്പെടുന്നു. അവലം നുമക്കിൻ ലഹും ഹറമൻ ആമിനൻ, നാം നിങ്ങൾക്ക് ഈ ഭൂമിയെ ഹറമാക്കി തന്നില്ലയോ? അതുപോലെ തന്നെ ആമിനൻ, നിർഭയത്വമുള്ളതാക്കി തന്നില്ലയോ? ഈ മക്ക എന്ന ഭൂമിയെ നിങ്ങൾക്ക് നാം ഹറമും ആമിനുമാക്കി തന്നില്ലയോ? പിന്നെയോ യുജ്ബ ഇലൈഹി സമറാത്തു കുല്ലി ഷൈഇൻ റിസ്ഖൻ മിൻ ലദുന്ന, നമ്മുടെ അനുഗ്രഹത്താൽ എല്ലാ ഭാഗത്തു നിന്നും നിങ്ങൾക്കാവശ്യമുള്ള ഫലവർഗ്ഗങ്ങൾ, ഫ്രൂട്ട്സുകൾ നാം നിങ്ങൾക്ക് ഭക്ഷണമായി നൽകിയില്ലയോ? ഇതൊക്കെ ഞാൻ നിങ്ങൾക്ക് നൽകിയില്ലയോ? എന്നിട്ടും നിങ്ങൾ എന്തുകൊണ്ട് ഈ വീടിൻ്റെ നാഥനെ നിങ്ങൾ ആരാധിക്കുന്നില്ല? വലാകിന്ന അക്സറഹും ലാ യഅലമൂൻ, അവരിൽ അധികം ആളുകളും കാര്യങ്ങൾ പഠിക്കാത്തവരാണ്, ഗ്രഹിക്കാത്തവരാണ് എന്ന് അള്ളാഹു പറയാണ്. അപ്പോൾ ചുരുക്കത്തിൽ അള്ളാഹു അവർക്ക് നൽകിയ നിർഭയത്വത്തിന് പകരം നൽകാൻ അവർക്കായില്ല. അവർ അള്ളാഹുവിനെ ധിക്കരിച്ചു, അള്ളാഹുവിൻ്റെ പ്രവാചകനെ ആട്ടിപ്പുറത്താക്കി. അതുകൊണ്ട് അവസാനം എന്ത് സംഭവിച്ചു? മക്കയുടെ സംരക്ഷണം അവരിൽ നിന്ന് നഷ്ടമായി. അത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൈകളിലേക്ക് വരുന്നു. ചരിത്രം നമുക്കറിയാം, ഞാനത് വിശദീകരിക്കുന്നില്ല. അതുകൊണ്ട് നമ്മൾ എപ്പോഴും മനസ്സിലാക്കേണ്ടത്, ഇതിലൊക്കെ വിശ്വാസികൾക്ക് വലിയ പാഠങ്ങളുണ്ട്. നമുക്ക് എന്ത് പാഠമാണ് ഇതിലുള്ളത്? നമുക്ക് സുരക്ഷിതത്വം നൽകിയ, നമുക്ക് നിർഭയത്വം നൽകിയ, നമുക്ക് അന്നം നൽകിയ റബ്ബിനെ മറന്നുകൊണ്ട് നമ്മൾ പ്രവർത്തിച്ചാൽ അള്ളാഹു ഇവയോരോന്നും നമ്മിൽ നിന്ന് പതുക്കെ പതുക്കെ പിൻവലിക്കും. അതാണ് ചരിത്രം നമുക്ക് നൽകുന്ന പാഠം. അള്ളാഹുവിൻ്റെ ദീനിനെ നമ്മൾ അവഗണിച്ചാൽ വഇമ്മാ യഅതിയന്നകും മിന്നി ഹുദൻ ഫമനിത്തബഅ ഹുദായ ഫലാ യളില്ലു വലാ യഷ്ഖാ. സൂറത്തു ത്വാഹ 123. എന്നിൽ നിന്നുള്ള സന്മാർഗം നിങ്ങൾക്ക് വന്നെത്തിയാൽ ആർ ആ സന്മാർഗത്തെ പിന്തുടരുന്നുവോ ഫലാ യളില്ലു വലാ യഷ്ഖാ, അവൻ ഒരിക്കലും വഴിപിഴച്ചു പോവില്ല, അവൻ ഒരിക്കലും വിഷമിക്കേണ്ടി വരില്ല. അവർക്ക് നിർഭയത്വമുണ്ട്, അവർക്ക് ഹിദായത്തുണ്ട്. വമൻ അഅറള അൻ ദിക്രി ഫഇന്ന ലഹു മഈശതൻ ലങ്ക, എൻ്റെ ഉത്ബോധനത്തെ ആരെങ്കിലും അവഗണിച്ചുകൊണ്ട് തൻ്റെ താല്പര്യമനുസരിച്ച് മുന്നോട്ട് പോകുന്നുവെങ്കിൽ ഫഇന്ന ലഹു മഈശതൻ ലങ്ക, അവന് കുടുസായ ഇടുങ്ങിയ ഒരു ജീവിതമായിരിക്കും അള്ളാഹു അവന് കൊടുക്കുക. ഇതൊക്കെ നമുക്ക് പാഠമാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, നാം നിർഭയത്വത്തോടു കൂടിയാണ്, നിർഭയത്വത്തിൽ ജീവിക്കണമെങ്കിൽ പടച്ച റബ്ബിൻ്റെ മാർഗത്തെ മുറുകെ പിടിക്കണം എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഞാനിവിടെ തുടക്കത്തിൽ ഓതി വച്ച വചനത്തിൻ്റെ ആ അർത്ഥം നമ്മളൊക്കെ പലപ്പോഴും കേട്ടതാണ്. സൂറത്തു നൂറിൻ്റെ 55-ാമത്തെ വചനമാണ് ഞാനിവിടെ ഓതി വച്ചത്. അള്ളാഹു നമുക്കൊരു വാഗ്ദാനം ചെയ്യുകയാണ്, നമ്മളോടൊരു കരാർ അള്ളാഹു പറഞ്ഞിരിക്കുകയാണ്. എന്താണ് ആ കരാർ? വഅദല്ലാഹു ലദീന ആമനൂ മിൻകും വഅമിലുസ് സ്വാലിഹാത്ത്, വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്ത ആളുകളോട്, അഥവാ സത്യവിശ്വാസികളോട് അള്ളാഹുവിൻ്റെ ഒരു കരാർ. അള്ളാഹു ഒരു കരാർ ചെയ്താൽ അവനത് പൂർത്തിയാക്കും. നമ്മളെപ്പോലെയല്ല. അള്ളാഹുവിൻ്റെ കരാർ എന്ന് പറഞ്ഞാൽ അള്ളാഹ് അത് പൂർത്തീകരിക്കും, അള്ളാഹ് അത് നിർവഹിക്കും. എന്താ നമ്മളോട് പറഞ്ഞ കരാർ? അള്ളാഹു പറയാണ്, പൊതുവെ നമ്മളൊക്കെ ആഗ്രഹിക്കുന്ന, നമ്മളൊക്കെ എപ്പോഴും
ഉണ്ടാവണമെന്ന് കൊതിക്കുന്ന, നമ്മൾ അതിനു വേണ്ടി അധ്വാനിക്കുന്ന, പണിയെടുക്കുന്ന 3 കാര്യങ്ങളാണ് അള്ളാഹു നമുക്ക് വാഗ്ദാനം ചെയ്തത്. എന്താണ്? ഒന്ന്, ലയസ്തഖ്ലിഫന്നഹും ഫിൽ അർള് കമസ്തഖ്ലഫല്ലദീന മിൻ ഖബ്ലിഹിം. നിങ്ങൾക്ക് മുമ്പുണ്ടായിരുന്ന ആളുകൾക്ക് ഈ ദുനിയാവിൽ പ്രാതിനിധ്യം, ഭരണം, അവകാശം, അധികാരം നൽകിയതുപോലെ നാം നിങ്ങൾക്ക് നൽകാം അധികാരം. നമ്മളൊക്കെ അധികാരത്തിന് വേണ്ടി പല കുറുക്കു വഴികളും തേടുന്ന ആളുകളാണ് എവിടെയാണെങ്കിലും. പക്ഷെ അള്ളാഹ് പറയാണ്, ഞാൻ നിങ്ങൾക്ക് തരാം. നിങ്ങൾ ആഗ്രഹിച്ചു കൊണ്ടിരിക്കുന്ന ആ അധികാരത്തെ ഞാൻ നിങ്ങൾക്ക് നൽകാം. പിന്നെ രണ്ടാമത്തെ എന്താണ്? വലയുമക്കിനന്ന ലഹും ദീനഹുമുല്ലദീ ഇർതദാ ലഹും. അള്ളാഹു നിങ്ങൾക്ക് തൃപ്തിപ്പെട്ടു തന്ന ഈ ദീനിന് അള്ളാഹു ഈ ദുനിയാവിൽ നിങ്ങൾക്ക് സ്വാധീനം നൽകും. ഈ ദീനിന് വലിയ സ്വാധീനം, ജനസമ്മിതി നൽകും. മൂന്നാമത്തെ കാര്യം, വലയുബദ്ദിലന്നഹും മിൻ ബഅദി ഖൗഫിഹിം അംന. ഭയത്തിന് ശേഷം അള്ളാഹു നിങ്ങൾക്ക് നിർഭയത്വം നൽകും. 3 കാര്യങ്ങൾ നമ്മൾ എപ്പോഴും ആഗ്രഹിക്കുന്ന, നമുക്ക് ആവശ്യമുള്ള 3 കാര്യം. ഭരണം നമുക്ക് വേണ്ടേ? വേണം. സ്വാധീനം നമുക്ക് വേണ്ടേ? വേണം. നിർഭയത്വം നമുക്ക് വേണ്ടേ? വേണം. ഈ 3ഉം ഒരു മനുഷ്യന് ആവശ്യമുള്ള സംഗതിയാണ്, ഒരു വിശ്വാസിക്കും ആവശ്യമുള്ള കാര്യമാണ്. ഈ 3ഉം ഞാൻ നിങ്ങൾക്ക് നൽകാമെന്ന അള്ളാഹുവിൻ്റെ വാഗ്ദാനം. അതിന് അള്ളാഹു ഒരേ ഒരു കണ്ടീഷനാണ് നമ്മളോട് പറഞ്ഞത്, ഒരു ഷർത്ത്. എന്താണ് ഷർത്ത്? നമ്മൾ ചെയ്യേണ്ടത് യഅ്ബുദൂനനീ ലാ യുശ്രികൂന ബി ശൈആ. നിങ്ങൾ എന്നെ മാത്രം ആരാധിക്കണം, എന്നിൽ ഒന്നിനെയും നിങ്ങൾ പങ്കു ചേർക്കരുത്. ഈ ഒരൊറ്റ കണ്ടീഷൻ നമ്മൾ നിർവഹിച്ചാൽ ഈ 3 കരാറുകൾ അള്ളാഹു പൂർത്തിയാക്കും. എന്നിട്ട് അള്ളാഹു പറയാണ്, വമൻ കഫറ ബഅദ ദാലിക. ഇതിനു ശേഷം ആരെങ്കിലും കുഫറിലേക്ക് പോയാൽ, അവിശ്വാസത്തിലേക്ക് പോയാൽ, ഫഉലൈക ഹുമുൽ ഫാസിഖൂൻ. അവനാണ് ഏറ്റവും വലിയ തോന്നിവാസി. സൂറത്തു നൂർ 55. ഈ ആയത്ത് നമ്മൾ വീട്ടിൽ പോയി തഫ്സീർ എടുത്ത് വായിച്ച് പഠിക്കേണ്ട ഒരായത്താണ്. എന്തുകൊണ്ട് നമുക്ക് നിർഭയത്വം നഷ്ടപ്പെടുന്നു എന്നതിൻ്റെ ഉത്തരം ഈ ആയത്തിലുണ്ട്. നമുക്കെന്തുകൊണ്ട് നിർഭയത്വം നഷ്ടപ്പെടുന്നു? നമ്മൾ അള്ളാഹു പറഞ്ഞ കണ്ടീഷൻ നമ്മൾ പാലിച്ചില്ല. അള്ളാഹു നമ്മളോട് പറഞ്ഞ കണ്ടീഷൻ നമ്മൾ പൂർത്തീകരിച്ചില്ല. അതുകൊണ്ട് തന്നെ അള്ളാഹു നമുക്ക് നൽകാമെന്നേറ്റ ഈ 3 വാഗ്ദാനങ്ങൾ അവൻ സ്വാഭാവികമായും പാലിക്കില്ല. അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ടത് തൗഹീദിലേക്ക് വരിക, തൗഹീദ് ദഅവത്ത് ചെയ്യുക, പ്രബോധനം ചെയ്യുക. നാം തൗഹീദ് അനുസരിച്ച് അടിയുറച്ച് ജീവിക്കുക. അള്ളാഹു ഈ 3 കാര്യങ്ങൾ അള്ളാഹു ഈ ദുനിയാവിൽ നമുക്ക് വേണ്ടി പുലർത്തിത്തരും. അതിന് അള്ളാഹു നമുക്കേവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇന്നൽ ഹംദലില്ലാഹ് വസല്ലല്ലാഹു അലാ ഖൈരി ഖൽഖിഹി മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്. ഒരിക്കൽ കൂടി അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് ഉണർത്തുകയാണ്. ദുൽഹജ്ജ് മാസത്തിലേക്ക് ഇനി ഏതാനും ദിവസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത്. അടുത്ത ആഴ്ച ഇൻഷാ അല്ലാഹ് ദുൽഹജ്ജ് 1 ആരംഭിക്കും. ദുൽഹജ്ജുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഇൻഷാ അല്ലാഹ് പിന്നീട് ഇവിടെ സൂചിപ്പിക്കും ഇൻഷാ അല്ലാഹ്. എന്നാൽ ദുൽഹജ്ജ് മാസത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആരാധനാ കർമ്മമാണ് ഉളുഹിയ്യത്ത് എന്ന് പറയുന്നത്. ഉളുഹിയ്യത്തിന് വേണ്ടി നമ്മൾ പ്രത്യേകം സന്നദ്ധരാവുകയും അതിൻ്റെ തയ്യാറെടുപ്പുകൾ നടത്തുകയും ചെയ്യേണ്ടത് നേരത്തെ ആവണം. അതുകൊണ്ടാണ് നേരത്തെ അത് സൂചിപ്പിക്കാനുള്ള കാരണം. ബലിമൃഗങ്ങളെപ്പറ്റി ഖുർആൻ പറഞ്ഞത് അത് അള്ളാഹുവിൻ്റെ ദീനിൻ്റെ ഒരു ചിഹ്നമാണ്, ഒരു അടയാളമാണ്. ഷആയിർ എന്നാണ് ഉപയോഗിച്ചത്. അതുകൊണ്ട് തന്നെ ഇസ്ലാമിൽ വലിയ പ്രാധാന്യം ഉളുഹിയ്യത്തിനുണ്ട്. ചില പണ്ഡിതന്മാർ അത് നിർബന്ധമായ ഒരു കാര്യമാണ് എന്ന് അഭിപ്രായപ്പെട്ടവരുണ്ട്, അത് ഫർളായ ഒരു കാര്യമാണ് എന്ന് പറഞ്ഞവരുണ്ട്. എന്നാൽ ചില പണ്ഡിതന്മാർ
അത് വളരെ പ്രധാനപ്പെട്ട ഒരു സുന്നത്തായ കർമ്മമാണ് എന്നും അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. എന്തു തന്നെയായാലും ഉളുഹിയ്യത്തിനെ പറ്റി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് അതിൻ്റെ പ്രാധാന്യം ബോധ്യപ്പെടുത്താൻ വേണ്ടി മാത്രം പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, മൻ വജദ സഅതൻ ലി അൻ യുളഹിയ ഫലം യുളഹി ഫലാ യഹ്ളുർ മുസല്ലാന. ഇമാം ഹാക്കിം ഉദ്ധരിച്ച ഹദീസാണ്. ഒരാൾക്ക് ഉളുഹിയ്യത്ത് നിർവഹിക്കാനുള്ള ശക്തി അല്ലെങ്കിൽ അതിനുള്ള കഴിവുണ്ടായിട്ടും അവനത് നിർവഹിച്ചില്ല എങ്കിൽ നമ്മുടെ മുസല്ലയിലേക്ക് അയാൾ വരേണ്ടതില്ല. പെരുന്നാൾ നമസ്കാരത്തിലേക്ക്, ഈദ്ഗാഹിലേക്ക്, മുസല്ലയിലേക്ക് അയാൾ വരേണ്ടതില്ല. കാരണം എന്താണ്? കഴിവുണ്ടായിട്ടും ഉളുഹിയ്യത്തിന് അയാൾ ശ്രമിച്ചില്ല എന്നതാണ്. അത്രയും പ്രാധാന്യം ഈ ഒരു കാര്യത്തിനുണ്ട്. ഒരു മൃഗത്തെ സ്വന്തമായി അറുക്കാൻ കഴിയുന്നവർക്ക് അങ്ങനെ ചെയ്യാം. ഇനി 7 പേർ ഷെയർ ചേർന്നുകൊണ്ട് സംഘടിച്ചുകൊണ്ടോ അങ്ങനെയും അറുക്കാം. അതിൻ്റെ വിശദാംശങ്ങളൊക്കെ നമുക്കറിയാം, ഞാൻ അതിലേക്കൊന്നും കടക്കുന്നില്ല. അതിൻ്റെ പ്രാധാന്യം, വർഷത്തിലൊരിക്കൽ മാത്രമാണ് ഇതുള്ളത്. നമുക്കൊക്കെ ഒരുപാട് സാമ്പത്തികമായി കഴിവുള്ള പലതരം ബിസിനസ്സും പലതരം ഏർപ്പാടുകളും നടത്തുന്ന ആളുകളാണ്. കഴിയുന്ന ആളുകൾ എന്ന് പറയുമ്പോൾ ഇന്ന് ശരാശരി എല്ലാവർക്കും അത് കഴിയുന്ന ആളുകൾ തന്നെയാണ്. നമ്മളൊക്കെ ഉപയോഗിക്കുന്ന മൊബൈൽ, നമ്മളൊക്കെ ഉപയോഗിക്കുന്ന ബൈക്ക്, നമ്മളൊക്കെ ഉപയോഗിക്കുന്ന വാഹനങ്ങൾ, നമ്മൾ നമ്മുടെ വീട്ടിലെ ആവശ്യങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കുന്ന സംഖ്യ, അതിൻ്റെ എത്ര ഒന്നും ഇതിലേക്ക് ആവശ്യമില്ല. ഇത് വെറും വർഷത്തിൽ ഒരു 5000, 6000, 7000, 10000 അത്ര ഒരു ഷെയറിന് വരും. അതെത്രയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ ഇൻഷാ അല്ലാഹ് അടുത്ത ആഴ്ച ഇവിടെ പ്രഖ്യാപിക്കും. പക്ഷേ നമ്മൾ മാനസികമായി, സാമ്പത്തികമായി അതിനു വേണ്ടി തയ്യാറെടുക്കേണ്ടതുണ്ട് എന്നത് മാത്രമാണ് ഈ വിഷയത്തിൽ സൂചിപ്പിക്കാനുള്ളത്. അതുകൊണ്ട് സത്യവിശ്വാസികളായ നമ്മൾ ഓരോരുത്തരും ഈ ഉളുഹിയ്യത്തിന് വേണ്ടി പ്രത്യേകം നിയ്യത്ത് ചെയ്യുകയും അതിലേക്കാവശ്യമായ കാര്യങ്ങൾ ഒരുക്കി വെക്കുകയും ചെയ്യണം എന്ന് സൂചിപ്പിക്കുകയാണ്. മറ്റൊരു കാര്യം സൂചിപ്പിക്കാനുള്ളത്, നമ്മളോട് പ്രാർത്ഥിക്കാൻ വേണ്ടി ഒരുപാട് ആളുകൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. പലതരത്തിലുള്ള പ്രയാസങ്ങൾ, രോഗങ്ങൾ മൂലം ഈ പള്ളിയിൽ വരാൻ കഴിയാതെ വിശ്രമ ജീവിതം നയിക്കുന്നവരുണ്ട്. ഹോസ്പിറ്റലുകളിൽ അഡ്മിറ്റായ ആളുകളുണ്ട്. വളരെ ബുദ്ധിമുട്ടി രോഗത്തെ അവഗണിച്ചുകൊണ്ട് വന്നു ചേർന്നിട്ടുള്ള ആളുകളുണ്ട്. അങ്ങനെ ഒരുപാട് ആളുകളുണ്ട്. അവർക്കൊക്കെ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. നമ്മുടെ വ്യക്തിപരമായ പ്രാർത്ഥനയിൽ അവരെ ഉൾപ്പെടുത്തേണ്ടതുണ്ട്. അള്ളാഹു അവർക്കും നമുക്കും നമ്മുടെ മാതാപിതാക്കൾക്കും ബന്ധുമിത്രാദികൾക്കുമൊക്കെ ആയുസ്സും ആരോഗ്യവും ശിഫയും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മിൽ സാമ്പത്തികമായി ബുദ്ധിമുട്ടുന്ന ആളുകൾക്ക് അള്ളാഹു ഐശ്വര്യം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മിൽ വന്നുപോയ തെറ്റുകൾ, കുറ്റങ്ങൾ, പാപങ്ങൾ അള്ളാഹു നമുക്ക് പുറത്തു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ ഇഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് ബൽ അഹ്യാഅ മിൻഹും വൽ അംവാത്ത്. اللهم ربنا تقبل منا دعاءنا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين آمين برحمتك يا أرحم الراحمين. والحمد لله رب العالمين.